നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നറുനീണ്ടിയെയാണ്. രക്തശുദ്ധീകരണത്തിനായി ഉള്ള ഔഷധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നറുനീണ്ടി അഥവാ നന്നാറി. വേനൽക്കാലത്ത് നറുനീണ്ടി സർബത്തായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. അസ്ക്ലിപ്പിഡേസി കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹെമിഡെസ്മസ് ഇൻഡിക്കസ് എന്നാണ്. സംസ്കൃതത്തിൽ ശാരിവ, ഗോപാത്മജ, ഗോപകന്യ, ഗോപിക, ധവള, കൃശോദരി എന്നൊക്കെയാണ് നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളം, ബോംബെ, ബംഗാൾ, സിലോൺ എന്നീ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി വളർന്നു വരുന്നത്. ഇതൊരു ബഹുവർഷി സസ്യമാണ്. പച്ച കലർന്ന നീല നിറത്തോടു കൂടിയ നേർത്ത വള്ളികളായിട്ടാണ് ഇത് വളരാറുള്ളത്. ഇതിൻ്റെ മൂലകാണ്ഡത്തിന് നല്ല കട്ടിയുണ്ട്, അതിന് നല്ല സുഗന്ധവുമാണ് ഉള്ളത്. ഇതിൻ്റെ ഇലകൾക്ക് പച്ച കലർന്ന ഒരു നീല നിറമാണുള്ളത്. അത് സമുഖമായി വിന്യസിച്ചിരിക്കുന്നു. 8 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് ഇതിൻ്റെ ഇലകൾ വളരാറുള്ളത്. ഇതിൻ്റെ പൂങ്കുല പത്രകക്ഷത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വളരെ ചെറിയ പൂക്കളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വേരാണ് ഔഷധയോഗ്യമായ ഭാഗം. അത് ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ അകത്ത് ആ വേരിൻ്റെ അകം വെളുത്ത നിറത്തിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ വേരിൽ ഹെമിഡെസ്മിൻ എന്ന ക്രിസ്റ്റലോയിഡ് പദാർത്ഥവും അതേപോലെ ബാഷ്പശീല തൈലവും അടങ്ങിയിട്ടുണ്ട്. ശീതവീര്യമുള്ള ഈ ഔഷധം തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളിലും അതേപോലെ രക്തവാതത്തിലുമൊക്കെ ഉപയോഗിച്ചു വരാറുണ്ട്. മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ വിഷത്തെ ഹനിക്കുവാനുള്ള ശേഷിയും ഈ ഔഷധത്തിനുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ശാരിവ അല്ലെങ്കിൽ അതിന് നാടൻ ഭാഷയിൽ പറയും നന്നാറി. ഈ നന്നാറി സർവത്ത് കഴിക്കാത്ത ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം നമുക്കറിയാം. അതായത് അത് ശീതവീര്യമാണ്. വേനൽക്കാലത്ത് ഈ നന്നാരി സർവത്താണ് ഏറ്റവും സ്വാദിഷ്ടവുമാണ്, രുചികരമാണ്, ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. ആയുർവേദത്തിലും ഇത് ഈ പിത്തശമനമായിട്ടാണ് കൊടുക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പിത്ത വിസർപ്പത്തിൽ ഇതുണ്ടാക്കിയ മരുന്ന്, അതായത് ശാരിവാദ്യാസവം കൊടുക്കും. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ ഇതിട്ടിട്ട് എണ്ണ മൂപ്പിച്ച് മേലെ തേക്കാൻ കൊടുക്കാം. പിന്നെ ഇത് ഒരു പ്രയോഗം പറയുന്ന ഈ വെള്ളം ദാഹമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഈ നീരെടുത്തിട്ട് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും വളരെ നല്ലതാണ്. പിന്നെ ഈ ശാരിവ, നന്നാറി അല്ലെങ്കിൽ നറുനീണ്ടി ഇതൊക്കെ പറയും. ഇത് വിഷശമനം എന്ന് പറഞ്ഞൊരു ഗുണം തന്നെയുണ്ട്. ഒന്നാമത് ശീതവീര്യമാണ്. പിന്നെ ഈ എട്ടുകാലി വിഷത്തിനാണ് ഇതിൻ്റെ ഏറ്റവും അധികം പ്രാധാന്യം. അതായത് ലൂതാവിഷം. എട്ടുകാലി വിഷം മലേറിയ പറ്റി കഴിഞ്ഞ് ഈ വെളുത്ത് പൊള്ള പോലെ അതിനുള്ളിൽ ചലം നിറഞ്ഞിങ്ങനെ പഴുക്കും. ആ കണ്ടീഷനിൽ ഇതിൻ്റെ ഉണ്ടാക്കിയ കഷായ അകത്തേക്കും ഇതിൻ്റെ സമൂലിട്ടിട്ട് എണ്ണ മൂപ്പിച്ചിട്ട് പുറമേ ആ പഴുപ്പ് പോയതിന് ശേഷം എണ്ണ തേക്കാൻ പാടും. അല്ലെങ്കിൽ ഇതിൻ്റെ അരച്ച് കലക്കമാക്കിയിട്ട് നമുക്ക് വെണ്ണയിൽ ചാലി തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും.